ഇന്നെങ്കിലും വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? പ്രിയമോളുടെ മേല് വീണ്ടും വെളുത്ത പാടുകളൊക്കെ വരുന്നുണ്ട്. വിറ്റാമിൻ്റെ കുറവുണ്ടോ? എത്ര നാളായി അവള് മീനോ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട്. കുറച്ച് മീനോ പച്ചക്കറിയോ വാങ്ങിയിരുന്നെങ്കിൽ. പ്രിയമോളെ, മതി, വാ, എണീറ്റ് വാ, സ്കൂളിൽ പോകാൻ നേരം വൈകും. എത്ര വെള്ളവും വളവും തന്നാലും എന്താണ് ചെടി നീ പൂക്കാത്തത്? അച്ഛാ, സ്കൂളിൽ കിടക്കാനുള്ള കാശ് താ അച്ഛാ. നാളെ കൊടുക്കാം മോളെ. എല്ലാരും കൊടുത്തു, ഞാൻ മാത്രമാണ് കൊടുക്കാത്തത് അച്ഛാ. നാണക്കേടാ അച്ഛാ. അമ്മേ താറ്റ. അച്ഛാ, നാളെ രാവിലെ കാശ് കൊണ്ടുവരണേ. ചേട്ടാ, അത് അലക്കിയിട്ടില്ല, ഇടണ്ട, വിയർപ്പ് നാറ്റം കാണും. ആ, നീ വന്നോ? ആ ഷാജി നിന്നെ അന്വേഷിച്ചിരുന്നു. പുതിയ ലോഡെന്താ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ. ഇപ്പൊ നോക്കലും വെള്ളടി എന്നെ. മനുഷ്യജീവിതേ അത്ര എളുപ്പമുള്ള കാര്യമില്ല. എല്ലാവർക്കും ദുഃഖങ്ങളും കുറവുകളൊക്കെ ഉണ്ട്, അതറിയണം. ജീവിതത്തിലെ ഒരു കല്യാണം ആഗ്രഹിച്ചിട്ട് അത് നടക്കാത്തവരുടെ വിഷമം എപ്പോഴെങ്കിലും നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഓമനിച്ച് വളർത്താൻ ഒരു കുഞ്ഞില്ലാത്തവരുടെ നീറുന്ന മനസ്സ് എപ്പോഴെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ? സ്വന്തമായിട്ടൊരു വീടില്ലാത്തവർ, സ്ഥിരമായിട്ടൊരു തൊഴിലോ വരുമാനം ഇല്ലാത്തവർ, നീതി ലഭിക്കാതെ ശിക്ഷിക്കപ്പെട്ടവർ, മാറാരോഗമുള്ളവർ, ഭിന്നശേഷിക്കാരായ കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ, ഇവരൊക്കെ അടുത്തറിയാൻ ശ്രമിക്കണം. ഒരാശ്വാസവാക്കുകൾക്കും കെടുത്താനാവാത്ത തീയുണ്ട് ഇവരുടെ ഉള്ളിൽ, അറിയോ? തോറ്റുപോകുമെന്നുള്ളിടത്തൊക്കെ പൊരുതി ജയിക്കണം. ജീവിതം പച്ചപിടിപ്പിക്കാനേ പല മാർഗങ്ങളും കണ്ടെത്തണം. നിനക്കറിയോ ഞാനിവിടെ എത്തിയ കഥ? ജീവിതത്തിലൊരു കൂട്ടിന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് നടന്നൊരു പ്രായം. ചൂരൽ മലയുടെ അടിവാരത്ത് എനിക്കും അപ്പനും കൂടി 8-10 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. കൃഷിക്കാർക്കൊക്കെ അന്ന് വലിയ ഡിമാൻഡാണ്. പക്ഷേ എന്തോ അന്ന് എൻ്റെ കല്യാണം നടന്നില്ല. ഒരുപാട് സുന്ദരികളെ ഞാൻ പോയി കണ്ടതാ. ഒടുവിലൊരു ആലോചന എൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരു അനാഥാലയത്തിൽ നിന്നായിരുന്നു. അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്കും അങ്ങനെ തന്നെ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. മലയോരത്ത് 6 മാസം മഴക്കാലം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യ മഴക്കാലം ഞങ്ങളുടെ വീട്ടിൽ നല്ല സന്തോഷമായി. ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു അതിഥി കൂടി വരികയല്ലേ. അന്നത്തെ മഴയിൽ മേലെ മല പൊട്ടി ഒഴിച്ച് താഴേക്ക് ഒഴുകി. നേരം വെളുത്തപ്പോൾ ഒരുപാട് പേര് രക്ഷാപ്രവർത്തനത്തിൽ എത്തി. അവരൊന്നും മലയാളികളായതുകൊണ്ടല്ല, മനുഷ്യരായതുകൊണ്ടാണ്. എന്നെ മാത്രം അനാഥാക്കി മലവെള്ളം എല്ലാം കൊണ്ടുപോയി.
കല്ലിൻ്റെയും മണ്ണിൻ്റെയും ചലയുടെയും ഇടയിൽ ഞാൻ തപ്പി നോക്കി. അവരെ കിട്ടിയില്ല. ഒന്നും രണ്ടും ഇല്ല, അന്ന് 16 കുടുംബാനാഥായത്. നാളുകൾക്ക് ശേഷം അവർ മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് മടങ്ങി. ചിലർ വീണ്ടും കല്യാണം കഴിച്ചു, ചിലർ കുട്ടികളെ ദത്തെടുത്തു. പക്ഷെ എനിക്ക് മാത്രം ഒന്നും പറ്റിയില്ല. പേടിയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന കൗൺസിലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മലയിറങ്ങി ഇവിടെ വന്നു കൂടി. അവരായിരുന്നു ശരി. ജീവിതം അതിജീവിക്കാനുള്ളത് തന്നെയാണ്. അതാണ് എന്നെ പഠിപ്പിച്ച പാഠം. ചില ദിവസങ്ങളിൽ മദ്യപിച്ച് നടക്കാൻ പറ്റാതെ നീ ഇവിടെ വന്ന് കിടക്കാറില്ലേ? എനിക്ക് നല്ല വിഷമം ഉണ്ടാവാറുണ്ട്. ആ ദുരന്തം എന്നെ വേട്ടയാടിട്ടില്ലായിരുന്നെങ്കിൽ നിന്റെ പ്രായത്തിലൊരു കുഞ്ഞെനിക്കുണ്ടായിരുന്നു, ഒരു പേരക്കുട്ടി എനിക്കുണ്ടാവായിരുന്നു. പക്ഷേ പഴയ കാലങ്ങളൊന്നും ഇപ്പം എന്നെ വേട്ടയാടാറില്ല. ജീവിതം ഒരു യാത്രയാണ്. അതിൻ്റെ പ്രസക്തി വർത്തമാനകാലത്തിനും ഭാവിക്കുമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മദ്യപാനികളുടെ അഭിപ്രായം ആരും മാനിക്കാറില്ല. ഒരു ശുചിത്വം ഉണ്ടാവില്ല, ജീവിതത്തിന് ഒരു ക്രമവും ഉണ്ടാവില്ല. അവരെന്നും ഭീരുക്കളായിരിക്കും. ഒരു ഉറച്ച തീരുമാനം എടുക്കാനോ കൂടപ്പിറപ്പുകൾക്ക് ഒരു സംരക്ഷണം നൽകാനോ അവർക്കാവില്ല. ശാരീരികാരോഗ്യത്തെക്കാൾ മാനസികാരോഗ്യം നഷ്ടപ്പെട്ടതായിരിക്കും അവർ. മറ്റേതൊരു ജീവിതം പോലെ കുടുംബജീവിതവും ഒരു തെരഞ്ഞെടുപ്പാടോ. കൂട്ടുത്തരവാദിത്തമാണ് അവിടെ. എല്ലാവർക്കും തുല്യ റോളാണ്. ചില സ്വാതന്ത്ര്യങ്ങൾ എല്ലാവർക്കും ഹനിക്കപ്പെടും. കുടുംബത്തിൽ നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കണം എപ്പോഴും. അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനല്ല, എന്നും അവർക്കൊപ്പം ഉണ്ടാവണം. ജീവിതത്തിൽ കുറേ സമയം നഷ്ടപ്പെടുത്തിയെന്ന് വിചാരിക്കാത്തവരാരും ഉണ്ടാവില്ല. എന്നാൽ ആ ചിന്ത വന്നതിന് ശേഷം ജീവിതത്തിൽ എത്ര സമയം വിനിയോഗിച്ചു എന്നുള്ളിടത്താണ് അതിൻ്റെ കാര്യം. നീ എൻ്റെ മകനാണ്. ഏത് തരം വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ചാലും നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. ട്രൈ ടു ബി എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്. ഒരു നല്ല മനുഷ്യനാവാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വീട്ടിലെത്തിയാൽ നമ്മൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു താളം ഉണ്ടാവുക. മോൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ? ചിലപ്പോഴൊക്കെ. അച്ഛന് കുടിക്കാതിരുന്നൂടെ? അച്ഛൻ കുടിക്കണ എനിക്ക് ഇഷ്ടമല്ല. മാറണമെന്നുണ്ട്, പക്ഷെ ടെൻഷനാണ്. നിന്റെ പഠനം, അതിനുള്ള കാശൊക്കെ ഞാനിങ്ങനെ. ഞാൻ നല്ലോണം പഠിക്കണ്ടല്ലോ അച്ഛാ. നല്ലോണം പഠിക്കാനുള്ള കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് നേടാലോ. പിന്നെ ഈ അക്കാദമിക് വിജയങ്ങൾ മാത്രമല്ലല്ലോ അടിസ്ഥാനം. എന്നാലും പഠിക്കാനൊക്കെ കാശ് വേണ്ടേ? ഞാൻ ലോൺ എടുത്ത് പഠിക്കും. അതൊക്കെ തിരിച്ചടയ്ക്കണ്ടേ? ലോകമേ തറവാടെന്നാണല്ലോ അച്ഛാ. എനിക്ക് ഇഷ്ടമുള്ള പഠിക്കാനും എനിക്ക് ഇഷ്ടമുള്ള തൊഴിലെടുക്കാനും ഏത് വരെ വേണമെങ്കിലും ഞാൻ പോവും. അത്രയ്ക്ക് ധൈര്യം വേണോ? മറക്കണ്ട, നീ ഒരു പെൺകുട്ടിയാണ്. ആണും പെണ്ണെന്നൊക്കെ മതങ്ങൾക്കും ദൈവങ്ങൾക്കും മാത്രല്ലല്ലോ അച്ഛാ. മനുഷ്യർക്കതില്ലല്ലോ. എനിക്കൊരു മനുഷ്യനായാ മതി. പിന്നെ ധൈര്യം, അത് നമുക്ക് വേണം അച്ഛാ. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കും കാരണം ഭയമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭയം, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഭയം. നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, ധൈര്യം തരാൻ ശക്തമായി പുറകിലൊരാളുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വിജയിക്കാം. ഞങ്ങൾ കുട്ടികൾക്ക് അതാണ് വേണ്ടത് അച്ഛാ. ഞങ്ങളെ ഒന്ന് പിന്തുണച്ചാ മതി. മോൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര അറിവൊക്കെ? ഏത് ടീച്ചറാണ് നിന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മാത്രല്ലല്ലോ, പിന്നെ വേറെ ആരാ നിങ്ങളെ പഠിപ്പിക്കുന്നത്? അപ്പോൾ കുട്ടികളെ, ജീവിത വിജയമാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ജീവിത വിജയത്തിന് എന്തു ചെയ്യണം? APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ ജീവിത വിജയത്തിന് പ്രധാനമായും 4 ഘടകങ്ങളാണ്. ഒന്നാമതായി എയിം. ജീവിത വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. രണ്ടാമതായി അക്വയർ നോളേജ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട അറിവുകൾ നിരന്തരമായി നിങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കണം. മൂന്നാമതായി ഹാർഡ് വർക്ക്. കഠിനാധ്വാനമല്ലാതെ മറ്റൊരു കുറുക്കുവഴികളും ജീവിത വിജയത്തിനില്ല എന്ന് മനസ്സിലാക്കുക. നാലാമതും അവസാനവുമായി സ്ഥിരോത്സാഹം. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എത്രയൊക്കെ തന്നെ തടസ്സങ്ങൾ നേരിട്ടാലും നാം ഒറ്റപ്പെട്ടാലും മുറിഞ്ഞു പോകരുത്. ജീവിത വിജയത്തിന് ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. നിത്യജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കണം.
അതത്ര എളുപ്പമല്ല, ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നല്ല ശീലങ്ങൾ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിത വിജയം എളുപ്പമാണ്. ചില കാര്യങ്ങൾ നമ്മൾക്കും ശീലങ്ങളായി വരാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. ഇതിനിടയ്ക്ക് അവ മുറിഞ്ഞു പോകാതെ നാം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, പണ്ട് കാലത്ത് നിങ്ങൾക്കെല്ലാം പല്ല് തേക്കാൻ മടിയായിരുന്നു. അപ്പോൾ നിങ്ങളെ മാതാപിതാക്കൾ വഴക്കു പറയും. ഇന്ന് നമുക്കതൊരു ശീലമായി കഴിഞ്ഞു. ആരും നമ്മെ നിർബന്ധിക്കേണ്ടതില്ല. എന്നാൽ ഇന്നു നിങ്ങൾ മുതിർന്ന കുട്ടികളായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ നിർബന്ധിച്ചു ചെയ്യിക്കാൻ ആളുണ്ടായി എന്ന് വരില്ല. അതിനാൽ നിങ്ങൾ സ്വയമേ ചെയ്യണം. പ്രധാനമായും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1 നിങ്ങളുടെ വിദ്യാഭ്യാസം, 2 നിങ്ങളുടെ ആരോഗ്യം. നല്ല വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഘടകം വായനയാണ്. ആഴത്തിലുള്ള വായന നിങ്ങളുടെ അറിവ് വലിയ തോതിൽ വർദ്ധിപ്പിക്കും. പാഠ്യവിഷയങ്ങൾക്ക് പുറമെ ലൈബ്രറിയിലെ മറ്റു പുസ്തകങ്ങളും വായിക്കാൻ സമയം കണ്ടെത്തണം. നല്ല വിദ്യാഭ്യാസത്തിലൂടെ നാം ആർജിക്കേണ്ടത് ജിജ്ഞാസയാണ്. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നവർ അവനവനെ മാത്രമല്ല, പ്രിയപ്പെട്ടവരെയും ചുറ്റുമുള്ളവരെയും കൂടി സ്നേഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. ലീന, ആ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എന്ത്? നമ്മുടെ കല്യാണം. തോന്നും, ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നും. എപ്പോഴാണ് നിനക്കങ്ങനെ തോന്നി തുടങ്ങിയത്? സംസാരം കുറഞ്ഞു തുടങ്ങിയപ്പോൾ, സംസാരത്തിന് ഗൗരവം വെച്ച് തുടങ്ങിയപ്പോൾ, ചിലപ്പോഴൊക്കെ മിണ്ടാതിരുന്നപ്പോൾ. നിനക്കും ഉണ്ടായിരുന്നില്ലേ? പേടിയായിരുന്നു ഏട്ടൻ്റെ ദേഷ്യം. പേടി തോന്നും. പേടി തോന്നി തുടങ്ങുന്നിടത്ത് കുടുംബജീവിതത്തിന്റെ താളവും തെറ്റി തുടങ്ങും. തുടക്കത്തിൽ കുടുംബജീവിതം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആവേശമായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ താളം തെറ്റി തുടങ്ങി. ഭയങ്കര ഭാരമായി തോന്നി. ഉത്തരവാദിത്തങ്ങൾ വല്ലാതെ കൂടി തുടങ്ങിയപ്പോൾ സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നി. അധ്വാനത്തിന്റെ മുഴുവൻ കാശും കുടുംബത്തിലൊന്നിനും തികയാതെയായി. നിനക്ക് സ്വർണ്ണമാല വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ചു തുടങ്ങിയതും നീ തന്നെയല്ലേ? അന്ന് എനിക്കറിയില്ലായിരുന്നു സ്വർണത്തോടുള്ള ആവേശമൊക്കെ ഒരു പൊട്ടത്തരാണെന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി ഏട്ടാ. ഞാൻ പറഞ്ഞതല്ലേ ജോലിക്ക് പോവാന്ന്. ഏട്ടനത് ഇഷ്ടമല്ലായിരുന്നല്ലോ. അന്ന് എനിക്ക് ആവശ്യമില്ലാത്ത കുറെ ചിന്തകളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ നശിച്ച മദ്യപാനം തുടങ്ങിയത്. നീ എന്നോടൊന്ന് ക്ഷമിക്കേ. സത്യമായിട്ട് ഇനി കുടിക്കില്ല. നമ്മൾ വിചാരിച്ച ഈ ലോകത്ത് നടപ്പിലാക്കാൻ പറ്റാതായിട്ട് ഒന്നുമില്ല. നമുക്കെന്നും ഇനി കുറെ സംസാരിക്കണം. ലീന ഇനി എന്തെങ്കിലും പണിക്ക് പോകണം. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഏട്ടാ. നമ്മുടെ കടങ്ങളൊക്കെ വീഴണം, സ്വസ്ഥമായി ഉറങ്ങണം, അത്രേ ഉള്ളൂ. എന്നും ചായ കുടിക്കാറില്ലല്ലോ. ഇന്ന് ഏട്ടനീ ചായ കുടിക്കും. ഏട്ടാ നേരം വൈകി, എന്നെ കൊണ്ടുവിട്ടതാ.